ചൂടുള്ള വാർത്ത. യുകെയിൽ ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥി ദർശനം ചാടി മരിച്ചു. റാഗിങ്ങിന് നേതൃത്വം നൽകുന്നതിനിടെ ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥി ചാടി മരിച്ചു. മരണത്തിൽ ദുരൂഹത. ചൂടുള്ള വാർത്ത. ഞാനാണ് ഈ നേഹ. അതെ, എന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. മോൻ സ്റ്റാൻഡ് വിട്ടെ. ഞാൻ നേഹ, കൊട്ടാരം വീട്ടിൽ മൈക്കിളിന്റെയും മേരിക്കുട്ടിയുടെയും ഏകമകൾ. ഇത് എന്റെ മുറി. ഇത് എന്റെ മാത്രം ലോകമായിരുന്നു. 10ാം ക്ലാസ്സിന് ശേഷം എന്റെ ഡാഡിനെയും മമ്മീനെയും പോലും ഈ മുറിയിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. ദാ കേട്ടില്ലേ, സ്വീകരണ മുറിയിൽ എന്റെ മരണാനുസ്മരണ ശുശ്രൂഷ നടക്കുകയാണ്. ഈ മുറി വെഞ്ചരിക്കാൻ വികാരിയച്ഛനും പപ്പയും കൂടി ഇപ്പൊ വരും. ഞാൻ സ്റ്റില്ലാകട്ടെ. അച്ഛോ, ഇതാണ് അവളുടെ മുറി. അവളുടെ 10ാം ക്ലാസ്സിന് ശേഷം എനിക്ക് പോലും ഈ മുറിയിൽ പ്രവേശനമില്ലായിരുന്നു. അവളുടെ ഹൃദയത്തിലും. സാരമില്ല മൈക്കിളെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവിക പദ്ധതികളുടെ ആഴം ആരറിയാൻ? നേരാച്ചോ, ഇവളെ വെച്ച് ഒത്തിരി സ്വപ്നമാർത്തിയോടെ നെയ്തവനായി മൈക്കിൾ. പക്ഷേ എൻ്റെ മകളുടെ ഉടമസ്ഥാവകാശം ദൈവത്തിനാണെന്നത് ഞാൻ മറന്നു. അപ്പൻ എന്ന രീതിയിൽ ഞാൻ അവളുടെ സൂക്ഷിപ്പുകാരൻ മാത്രമാണെന്നും. നേഹയെ രക്ഷിക്കാതിരിക്കാൻ മാത്രം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല മൈക്കിളെ. ആട്ടെ, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അതെ അച്ചോ, യുകെയിൽ പഠിക്കാനാണല്ലോ അവൾ ഇവിടെ നിന്ന് പോയത്. എന്റെ പപ്പ പറഞ്ഞത് ശരിയാ. ഞാൻ എന്നും എൻ്റെ പപ്പയുടെ നടക്കാതെ പോയ മോഹങ്ങളുടെ സൂക്ഷിപ്പുകാരിയായിരുന്നു. പപ്പയുടെ വാവയല്ല, പാവ. ആളുകൾ പോയി, ആരവമടങ്ങി. നമുക്ക് കഥ തുടരാം. പോകാം നമുക്ക്. എൻ്റെ I really miss that song. കോട്ടൺ ഹിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്. മാതൃഭാഷ പാട്ട് മത്സരത്തിന് പാടാൻ ഞാൻ തിരഞ്ഞെടുത്തതും ഈ പാട്ടായിരുന്നു. പപ്പയുടെ നിർബന്ധമായിരുന്നു ഞാൻ ഇംഗ്ലീഷ് ആക്സെന്റിൽ തന്നെ ഇത് പാടണം. മോളെ, മമ്മി അങ്ങനെയൊക്കെ പറയും, മോള് പാടണം. പക്ഷേ ഒരു സായിപ്പും കുട്ടി പാടും പോലെ. യു ട്രൈ ഇറ്റ് നേഹ. കേട്ടോടി, ഇങ്ങനെ പാടണം. നോക്കിക്കോ, എൻ്റെ മോള് കലക്കും. And the first prize goes to Neha Michael. അങ്ങനെ ഞാൻ വളർന്നു. എൻ്റെ പപ്പയുടെ കുട്ടിയെ, പപ്പയുടെ സ്വപ്നമായി. പപ്പ ആകാൻ ആഗ്രഹിച്ചത് നേടാനുള്ള ഒരു ഉപകരണം മാത്രമായി ഞാൻ. അല്ല, പപ്പയും മമ്മിയുമല്ലേ അല്പം ഇടഞ്ഞ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടുവരുന്നത്. മൈക്കിളെ, നമ്മുടെ മോൾ നേഹയെ കൊണ്ടുള്ള ഈ ഓട്ടം അത്ര നല്ലതല്ല. ഞായറാഴ്ച കുർബാനയും കാറ്റക്കിസവും കുടുംബ പ്രാർത്ഥനയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ പോക്ക് എങ്ങോട്ടാ? നമ്മുടെയല്ല, എൻ്റെ മോള്. അവൾ എവിടെ എത്തിക്കണമെന്ന് എനിക്കറിയാം. നീ പറഞ്ഞ പ്രാർത്ഥനയും പട്ടക്കാരനൊക്കെ ആയിട്ട് നടന്നതാ ഞാനും. എന്നിട്ട് എന്തായി? എങ്ങും എത്തിയില്ല. മടത്തി പോകേണ്ട നിന്നെ പോലൊരു കുരിശിനെ ചുമക്കേണ്ട ഗതികേടും എനിക്കായി.
എൻ്റെ ഗതി എൻ്റെ നേഹമോൾക്ക് വരരുത്. ഇവളെ ഞാൻ വളർത്തും, ഇന്ത്യ കടത്തും, നിനക്കൊന്നും എത്തിപ്പിടിക്കാനാവാത്ത ഉയരങ്ങളിലേക്ക്. ഇതെൻ്റെ ഒരു വാശിയാ. ഹലോ, ആ വിഹാരീച്ചനാണോ? നേഹയ്ക്ക് തീരെ സുഖമില്ല അച്ചോ. കാറ്റീസം പരീക്ഷയ്ക്ക് എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഓ അച്ചോ. പപ്പ പറഞ്ഞത് ശരിയാ. എനിക്ക് അസുഖം തുടങ്ങിയിരുന്നു. ശരീരത്തിനല്ല, മനസ്സിന്, ആത്മാവിന്. പപ്പയിൽ നിന്ന് പകർന്ന അസുഖം. ആഗ്രഹങ്ങളിൽ നിന്ന് ആർത്തിയിലേക്കുള്ള യാത്ര ഞാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മമ്മൂക്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മിസ് പഴശ്ശിയുടെ യുദ്ധമുറകൾ കമ്പനി കാണാനിരിക്കുന്നതേയുള്ളൂ. അയ്യോ, സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. UK ഉപരിപഠനത്തിന് എനിക്ക് പോകാനുള്ള ദിവസമാണെന്ന്. മോളെ, വിദേശ രാജ്യമാണ്, നീ ശ്രദ്ധിക്കണം. പഠനത്തിനിടയിൽ തമ്പുരാൻ ഒരിക്കലും മറക്കരുത്. ഇതാ ഒരു ചെറിയ ബൈബിളും കൊന്തയും ഒരു കുഞ്ഞു പ്രാർത്ഥനാ പുസ്തകവും. അമ്മയുടെ മോള് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. ഒന്ന് കൊണ്ടുപോടി അവളുടെ ഒരു പ്രാർത്ഥനാ പുസ്തകം. അലുവയുടെ കൂടെ മത്തിക്കറി പോലെ. വേണ്ട, ഇനിയിപ്പോൾ ലഗേജിന്റെ ഭാരമൊന്നും കൂട്ടണ്ട. വേഗം ഇറങ്ങ്, ലേറ്റ് ആവണ്ട. ഒന്ന് മാറി നിൽക്കടി, പറക്കാൻ ഒരുങ്ങുന്ന എൻ്റെ മോളുടെ മുമ്പിൽ നിന്ന്. ഞാനെന്ന് പറഞ്ഞത് എൻ്റെ മരണത്തിലേക്കായിരുന്നു. പപ്പയുടെ കനവുകൾ നൽകിയ ഭാരത്തിൻ്റെ കനം പപ്പ വാരി വിതറിയ നോട്ടിന് പകിട്ട് നികത്തി. UK ജീവിതം കളർഫുള്ളായിരുന്നു. സ്മാർട്ട്നെസ്സിൻ്റെ കാര്യത്തിൽ സായിപ്പ് കുട്ടികളെപ്പോലും ഈ നേഹ പിന്നിലാക്കിയിരുന്നു. പഠനത്തിൻ്റെ അവസാന വർഷം ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത ആ ശപിക്കപ്പെട്ട ദിവസം. പെട്ടെന്ന് പെയ്ത മഴയിൽ നനഞ്ഞു കിടന്ന ടെറസിൽ ന്യൂ കമ്മേഴ്സിനെ നിരത്തി നിർത്തി ഒരു കാലുയർത്തി ടെറസിൻ്റെ അറ്റത്ത് ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്ത ആ ശപിക്കപ്പെട്ട ദിവസം. പ്രശസ്തിയിലേക്ക് പറക്കാൻ ആഗ്രഹിച്ച പപ്പയുടെ നേഹ ചിറകറ്റ് താഴെ മരണത്തിൻ്റെ കല്ലറയിൽ. അമ്മേ, അന്നെൻ്റെ വഴിയൊന്നും മുടക്കിയിരുന്നെങ്കിൽ. മരിച്ച എനിക്കെന്തിനാ ഫീലിങ്സ്? ഛേ, അപ്പോൾ സോറി. മുന്നിലിരിക്കുന്ന ഈ കുട്ടികളെപ്പോലെ വശങ്ങളിലും പുറകിലും പുഞ്ചിരിച്ചു നിൽക്കുന്ന എൻ്റെ പ്രായത്തിലുള്ള യുവാക്കളെപ്പോലെ പറന്ന് നടക്കേണ്ട ഞാനിപ്പോൾ ഈ ഫോട്ടോയിൽ ദാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനാണ് എൻ്റെ യോഗം. ഒന്നാം ദൈവപ്രമാണ ലംഘനത്തിന് കൈയും കാലും വെച്ചതായിരുന്നല്ലോ എൻ്റെ ജീവിതം. അയ്യോ, പപ്പയും അച്ഛനും ഉണ്ടല്ലോ. മൈക്കിളെ, യഥാർത്ഥത്തിൽ ഇതാണല്ലേ സംഭവിച്ചത്? മാധ്യമങ്ങൾ എന്തൊക്കെയാ ഉണ്ടാക്കി പറഞ്ഞത്? ആത്മഹത്യ, ദുരൂഹത. അവർ ഈ മരണം അങ്ങ് ആഘോഷിക്കല്ലേ? എനിക്കിത് വേണച്ചോ. നിന്റെ കർത്താവായ ദൈവം ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് വേദപാഠ ക്ലാസ്സിൽ കേട്ട ഒന്നാം പ്രമാണത്തിൻ്റെ ആഴം എനിക്ക് പതിയെ മനസ്സിലാകുന്നു. പക്ഷേ അത് മനസ്സിലാക്കാൻ ഞാൻ കൊടുത്തത് എൻ്റെ മോളുടെ ജീവനല്ലേ അച്ചോ. ദൈവം എന്നോട് ക്ഷമിക്കൂ. മൈക്കിളെ, ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നവർ ദൈവത്തിനു മുമ്പിൽ നീതിമാനേക്കാൾ വിശുദ്ധനാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വരമ്പിടാൻ നമ്മൾ ആരാ? മരിച്ച നമ്മുടെ നേഹ നിന്നിൽ ജനിപ്പിച്ച ഈ പുതിയ ബോധ്യത്തിൽ നിന്ന് നമുക്ക് ജീവിക്കാൻ ആരംഭിക്കണം. നിന്റെ നന്മയിലൂടെ നേഹ ഇനിയും ജീവിക്കട്ടെ. പ്രിയരെ, എനിക്ക് പോകാൻ സമയമായി. കർത്താവിൻ്റെ വിധിക്ക് കാതോർക്കാൻ, കർത്താവിൻ്റെ കരുണയുടെ കരം എന്നിൽ പതിയാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ
ഈ നേഹമോളെ കൂടെ ഓർക്കണം. ആ ഒരു കാര്യം കൂടി, ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകി ഒരു പുതുജീവിതം നയിക്കുന്ന ഈ മൈക്കിളേട്ടന്, എൻ്റെ പപ്പയ്ക്ക് നിങ്ങളുണ്ടാവില്ലേ കൂട്ടിന്?